ചാണക്യന്റെ ഉപദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ജോലി ചെയ്താൽ കർമ്മരംഗത്ത് ശോഭിക്കാനും വിജയിക്കാനും ആർക്കും സാധിക്കും. ചാണക്യന്റെ തന്ത്രങ്ങൾ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, കർമ്മരംഗത്തും ഉയർച്ചയും വിജയവും ഉറപ്പു നൽകുന്നു. തൊഴിലിലെ സങ്കീർണതകളെ അതിജീവിച്ച് വിജയിക്കാനും കർമ്മരംഗത്ത് ശോഭിക്കാനും ചാണക്യൻ നൽകുന്ന ഉപദേശങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. കർമ്മരംഗത്ത് വിജയിക്കാൻ ചാണക്യൻ പറയുന്ന ഒന്നാമത്തെ തന്ത്രം ഇതാണ്: സുഹൃത്തുക്കളെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. ഏതൊരു സൗഹൃദത്തിലും ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും. നിസ്വാർത്ഥമായ സൗഹൃദങ്ങൾ ഭാവനയിൽ മാത്രമാണ്. അക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് സൗഹൃദങ്ങൾ നിലനിർത്തണമെന്ന് ചാണക്യൻ പറയുന്നു. കർമ്മരംഗത്ത് വിജയിക്കാൻ ചാണക്യൻ പറയുന്ന രണ്ടാമത്തെ നിർദ്ദേശം ഇതാണ്: മാറ്റത്തിന് തയ്യാറാവുക. ഭയം വിജയത്തിന്റെ ശത്രുവാണ്. മാറ്റത്തിന് മുമ്പിൽ ഭയപ്പെടാതിരിക്കുക. ഭയം അടുത്തു വരുമ്പോൾ ധീരതയാൽ നേരിട്ട് അതിനെ നശിപ്പിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. കർമ്മരംഗത്ത് വിജയിക്കണമെങ്കിൽ ചാണക്യൻ പറയുന്ന മൂന്നാമത്തെ തന്ത്രം ഇതാണ്: വിജയിക്കണമെങ്കിൽ അച്ചടക്കം നിർബന്ധമാണ്. അച്ചടക്കം ഉണ്ടായിരിക്കുക എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നാണ്. ഒരു കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് ആ സംസാരം ആവശ്യമാണോ, അത് സത്യമാണോ, മറ്റുള്ളവരെ അത് വേദനിപ്പിക്കുമോ എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. സംസാരിക്കുന്നതിനേക്കാൾ സംസാരിക്കാതിരിക്കുന്നതാണോ കൂടുതൽ ഉചിതമെന്നതും വിലയിരുത്തണമെന്ന് ചാണക്യൻ പറയുന്നു. കർമ്മരംഗത്ത് വിജയിക്കണമെങ്കിൽ ചാണക്യൻ പറയുന്ന നാലാമത്തെ തന്ത്രം ഇതാണ്: ഒരുമയെ വിലമതിക്കുക. സ്വന്തം തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നത് പോലെ മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും പാഠങ്ങൾ പഠിക്കണം. കാരണം ഹ്രസ്വമായ ഈ ജീവിതകാലത്തിൽ സ്വന്തം തെറ്റുകളിലൂടെ മാത്രം വളരാൻ സാധിക്കുകയുള്ളൂ. ഒരുമയ്ക്ക് വില നൽകുകയും ഒറ്റക്കെട്ടായി മുന്നേറാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നു. കർമ്മരംഗത്ത് വിജയിക്കാൻ ചാണക്യൻ പറയുന്ന അഞ്ചാമത്തെ തന്ത്രം ഇതാണ്: സത്യസന്ധത വേണം, പക്ഷേ ലക്ഷ്യമാകണം പ്രധാനമെന്ന് അദ്ദേഹം പറയുന്നു. സത്യസന്ധത ജീവിതത്തിൽ അത്യാവശ്യമായി വേണ്ട ഒരു വ്യക്തി ഗുണമാണെങ്കിലും അമിതമായാൽ സത്യസന്ധതയും ദോഷം ചെയ്യുമെന്ന് ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വളഞ്ഞു പുളഞ്ഞു വളരുന്ന മരങ്ങളെ അപേക്ഷിച്ച് നേരെ വളരുന്ന മരങ്ങളാണ് ആദ്യം വെട്ടി നീക്കപ്പെടുക. അതുപോലെ സത്യസന്ധരായ ആളുകൾ പെട്ടെന്ന് വഞ്ചിതരാക്കപ്പെടുമെന്ന് അദ്ദേഹം പറയുന്നു. കർമ്മരംഗത്ത് വിജയിക്കാൻ ചാണക്യൻ പറയുന്ന ആറാമത്തെ നിർദ്ദേശം ഇതാണ്: അറിവിൽ നിക്ഷേപിക്കുക. വിദ്യാധനം സർവധനാൽ പ്രധാനം. അതുകൊണ്ട് വിദ്യാഭ്യാസത്തെ ആത്മസുഹൃത്തായി കാണണം. വിദ്യാഭ്യാസമുണ്ടായാൽ സമൂഹത്തിൽ എന്നും ആദരിക്കപ്പെടും. യുവത്വത്തെക്കാളും സൗന്ദര്യത്തെക്കാളും വില മതിക്കുന്നത് വിദ്യാഭ്യാസവും അറിവുമാണെന്ന് അദ്ദേഹം പറയുന്നു. കർമ്മരംഗത്ത് വിജയിക്കാൻ ചാണക്യൻ പറയുന്ന ഏഴാമത്തെ നിർദ്ദേശം ഇതാണ്: വിശദമായ ആസൂത്രണം ചെയ്യുക. ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുമ്പ് എന്തിനു വേണ്ടി ഞാൻ ഈ കാര്യം ചെയ്യണം, അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തെല്ലാമായിരിക്കും, അതിൽ വിജയിക്കാൻ എനിക്ക് സാധിക്കുമോ എന്നീ 3 ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. ഈ 3 ചോദ്യങ്ങൾ ആ ദൗത്യത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ ഒരുവനെ സഹായിക്കും. ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരങ്ങൾ ലഭിച്ചാൽ മാത്രം ആ ദൗത്യവുമായി മുന്നോട്ടു പോകണമെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യവചനങ്ങൾ ശ്രവിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. സർവ്വ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ.